തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് ജയചന്ദ്രൻ എന്നൊരു വ്യക്തി തന്റെ മകൾ വിദ്യയെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി എത്തി. മകൾ വിദ്യ വീട്ടുകാരെ എതിർത്ത് അവൾക്കിഷ്ടമുണ്ടായിരുന്ന മനു എന്നൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് പൂവാർ ഭാഗത്ത് താമസിച്ചു വരികയായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപാണ് അവർക്കൊരു പെൺകുട്ടി ഉണ്ടായത്. അതോടുകൂടി വീട്ടുകാരുമായി വിദ്യ പതുക്കെ അടുപ്പത്തിലാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് വിദ്യ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നത്. കാരണം തിരക്കിയ മാതാപിതാക്കളോട് ഞെട്ടിക്കുന്ന ഒരു കഥയാണ് വിദ്യ പറഞ്ഞത്. മനു എന്ന തന്റെ ഭർത്താവ് തന്നെ ചതിച്ചുവെന്നും അയാൾക്ക് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുമായിരുന്നു വിദ്യ പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിദ്യ അന്വേഷിച്ച് മനു വിദ്യയുടെ വീട്ടിലേക്കെത്തി. ആദ്യം വിദ്യയുമായി വലിയ വഴക്കുണ്ടായെങ്കിലും പിന്നീട് അവർ തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്തു. വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മനുവിന് പരിചയമുണ്ടായിരുന്ന ഒരു സ്ത്രീ മനുവിന്റെ ഫോണിലേക്ക് വിളിച്ച സമയത്ത് ആ കോൾ എടുത്തത് വിദ്യയായിരുന്നു. അതിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണയാണ് എല്ലാത്തിനും കാരണമെന്ന് മനു വിദ്യയെ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ വിദ്യയും മനുവും കൂടി കുട്ടിയെയും കൂട്ടി മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് മനുവിന്റെ താമസ സ്ഥലത്തേക്ക് പോയി. പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി മകൾ വീണ്ടും ഭർത്താവിനൊപ്പം പോയതോർത്ത് വിദ്യയുടെ മാതാപിതാക്കളായ രാധയും ജയചന്ദ്രനും ആശ്വസിക്കുകയും ചെയ്തു. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും വിദ്യയെ അവർ ഫോണിൽ വിളിക്കുന്നതും പതിവായിരുന്നു. അവൾ തീർത്തും സന്തോഷവതിയാണെന്ന് ആ മാതാപിതാക്കൾക്ക് വ്യക്തമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം തങ്ങളൊരു ടൂർ പോവുകയാണെന്ന് വിദ്യ വീട്ടുകാരെ വിളിച്ചറിയിച്ചു. കന്യാകുമാരി, തിരുനെൽവേലി, വേളാങ്കണ്ണി ഭാഗത്തേക്കൊക്കെ പോകാനാണ് ഭർത്താവായ മനു പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും വിദ്യ മാതാപിതാക്കളെ അറിയിച്ചു. വീട്ടുകാർക്കും അതിൽ സന്തോഷമായിരുന്നു. തൊട്ടടുത്ത ദിവസവും പതിവ് പോലെ തന്നെ വിദ്യയുടെ അമ്മ രാധ വിദ്യയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ വിദ്യ ഫോൺ എടുത്തില്ല. യാത്രയുടെ തിരക്കിലായതുകൊണ്ടാകാം ഫോൺ എടുക്കാത്തതെന്ന് രാധ കരുതി. പിന്നീട് വീണ്ടും വിളിച്ചപ്പോൾ വിദ്യയുടെ ഫോൺ മനുവാണ് അറ്റൻഡ് ചെയ്തത്. വിദ്യ കുട്ടിക്ക് പാല് കൊടുക്കുകയാണെന്നും പിന്നീട് തിരികെ വിളിക്കുമെന്നും മനു വിദ്യയുടെ അമ്മയെ അറിയിച്ചു. അന്ന് വൈകുന്നേരം ഫോൺ വിളിച്ചപ്പോഴും മനു തന്നെയാണ് ഫോൺ എടുത്തത്. അവർ താമസിക്കുന്ന മുറിക്ക് പുറത്തുള്ള ചില പരിചയക്കാരുമായി വിദ്യ സംസാരിച്ച് നിൽക്കുകയാണെന്നും പിന്നീട് അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് മനു കോൾ കട്ട് ചെയ്തു. എന്നാൽ അന്നേറെ വൈകിട്ടും വിദ്യ വീട്ടിലുള്ള ആളുകളെ വിളിച്ചില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ വിദ്യയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴൊക്കെ കോൾ കണക്ട് ആവുന്നുമുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ മനു പൂവാറിലേക്ക് തിരിച്ചെത്തിയ വിവരം വിദ്യയുടെ മാതാപിതാക്കൾ അറിഞ്ഞു. അവർ മനുവിന്റെ വീട്ടിലെത്തി വിദ്യയെ അന്വേഷിച്ചപ്പോഴായിരുന്നു മനു ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. കന്യാകുമാരിയിൽ വെച്ച് വിദ്യയുടെ ചില സുഹൃത്തുക്കളെ കണ്ടു എന്നും അവർക്കൊപ്പം വിദ്യ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരികെ പൂവാറിലേക്ക് മടങ്ങിയെത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു മനു ആ വീട്ടുകാരെ അറിയിച്ചത്. അത് കേട്ട് വിദ്യയുടെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ 2 ദിവസം പിന്നിട്ടിട്ടും വിദ്യയെ കാണാതെ വന്ന സാഹചര്യത്തിലാണ് വിദ്യയുടെ മാതാപിതാക്കളായ ജയചന്ദ്രനും രാധയും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. വിദ്യയെക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ തന്നെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ SI വിദ്യയുടെ മാതാപിതാക്കളെ അവിടെ നിന്നും പറഞ്ഞയച്ചു. അന്ന് വൈകുന്നേരം തന്നെ മനുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. വിദ്യ എവിടെയെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് മനുവിന് കൃത്യമായ മറുപടിയുമുണ്ട്. വേളാങ്കണ്ണിക്കടുത്തുള്ള ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വിദ്യ താമസിക്കുകയാണ്. വേളാങ്കണ്ണി പള്ളിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കൂടിയതിനു ശേഷം വിദ്യ 2 ദിവസം കഴിയുമ്പോൾ മടങ്ങിയെത്തുമെന്നും മനു പോലീസുകാരെ അറിയിച്ചു. മനു പറഞ്ഞ മറുപടി അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിദ്യയുടെ വീട്ടുകാരെ വിളിച്ച് പോലീസുകാർ അറിയിക്കുകയും ചെയ്തു. ഒരാഴ്ച കടന്നുപോയിട്ടും വിദ്യ നാട്ടിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ മനുവിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചു നോക്കി. വിദ്യ എപ്പോൾ മടങ്ങിയെത്തിയാലും ആ വിവരം താൻ അപ്പോൾ തന്നെ വിളിച്ചറിയിക്കാമെന്ന് മനു വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്തോ ചില സംശയങ്ങൾ തോന്നിയ ജയചന്ദ്രനും ഭാര്യയും ചേർന്ന് അവരുടെ വീടിരിക്കുന്ന മാറനല്ലൂർ സ്റ്റേഷൻ പരിധിയിലെത്തി വീണ്ടും വിദ്യയെ കാണാനില്ല എന്നുള്ള പരാതി നൽകി. പോലീസ് ഉടൻ തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞെങ്കിലും 2 ആഴ്ച പിന്നിട്ടിട്ടും പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ആ വീട്ടുകാർക്ക് ലഭിച്ചില്ല. ഇതിനിടയിൽ മനു വിദ്യയെ അന്വേഷിച്ച് വേളാങ്കണ്ണിയിലേക്ക് പോയി എന്നും എന്നാൽ വേളാങ്കണ്ണിയിൽ നിന്നും വിദ്യ നാട്ടിലേക്ക് പോന്നിട്ട് കുറച്ചു ദിവസമായി എന്നാണ് സുഹൃത്ത് പറഞ്ഞതെന്നും മനു വീട്ടിലെത്തി വീട്ടുകാരെ അറിയിച്ചു. വേളാങ്കണ്ണി ഭാഗത്തൊക്കെ വിദ്യയെ അന്വേഷിച്ചെങ്കിലും അവളെ എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും മനു ജയചന്ദ്രനെ അറിയിച്ചു. മനുവിന്റെ സംസാരത്തിലൊക്കെ സംശയം തോന്നിയ ജയചന്ദ്രനും ഭാര്യയും ചേർന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും കേസന്വേഷണം എങ്ങും എത്തിയില്ല. ഇതേ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടും തങ്ങളുടെ മകളെ കാണാനില്ല എന്നുള്ള പരാതി ജയചന്ദ്രനും ഭാര്യയും കൂടി ധരിപ്പിക്കുകയും ചെയ്തു. ഉന്നത തലത്തിൽ പരാതി നൽകിയിട്ടും മകൾ വിദ്യയുടെ കേസന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് ആ മാതാപിതാക്കൾ കണ്ടത്. അങ്ങനെ നാളുകൾ കടന്നു പോകുന്നതിനിടയിലായിരുന്നു പെൻഡിംഗ് കേസുകൾ പരിശോധിക്കുന്നതിനിടയിൽ വിദ്യയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള കേസ് ഫയൽ ശില്പ IPSന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പൂവാർ സ്റ്റേഷനിൽ നിന്നും മാറനല്ലൂർ സ്റ്റേഷനിൽ നിന്നുമുള്ള കേസ് ഫയലുകൾ വിശദമായി തന്നെ SP പഠിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയത്. കന്യാകുമാരി ഭാഗത്തൊരിടത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വിദ്യ താമസിക്കുന്നുവെന്നാണ് ഭർത്താവ് മനു ആ വീട്ടുകാരെയും പോലീസിനെയും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് സംഘം ഒരു തവണ പോലും വിദ്യ താമസിച്ചു എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ആ വീട്ടിൽ പോയി ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ പോലീസ് അന്വേഷണത്തിൽ മനു ഗൾഫിലേക്ക് പോയതായും പോലീസുകാർക്ക് വിവരം കിട്ടി. വിദ്യ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണെന്നും ഇനി അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും മനു തന്നോട് ചോദിക്കുന്ന ആളുകളോടൊക്കെ മറുപടിയും പറഞ്ഞു തുടങ്ങി. ഇതിനിടയിൽ പല രാഷ്ട്രീയ നേതാക്കളെയും കണ്ട്
വിദ്യയുടെ മാതാപിതാക്കൾ സംസാരിച്ചിരുന്നെങ്കിലും അവരാരും തന്നെ കേസന്വേഷണത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതിന്റെ ഒരു കാര്യം പോലും ആ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഒരു പക്ഷേ വിദ്യയുടെ മാതാപിതാക്കൾ രാഷ്ട്രീയ നേതാക്കളെയൊന്നും കണ്ടിട്ടില്ലേ എന്ന് പോലീസിന് സംശയം തോന്നി. അങ്ങനെ സംശയം തോന്നിയ SP ഉടൻ തന്നെ വിദ്യയുടെ മാതാപിതാക്കളായ രാധയെയും ജയചന്ദ്രനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. മകളെ കാണാതായിട്ടും ലോക്കൽ നേതാക്കളെ ഒന്നും കണ്ട് ആ വിവരം പറഞ്ഞില്ലേ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം. എന്നാൽ തനിക്ക് പരിചയമുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളെയും കണ്ടിരുന്നു എന്നും മകളെ കാണാനില്ല എന്നുള്ള കാര്യം അവരെയൊക്കെ ധരിപ്പിച്ചിരുന്നു എന്നും തന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ പല നേതാക്കളും ഉടൻ തന്നെ സ്റ്റേഷൻ SIമാരെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നു എന്നും ആ പിതാവ് പോലീസിന് മൊഴി നൽകി. ലോക്കൽ നേതാക്കൾ പോലും പറഞ്ഞിട്ട് പോലീസുകാർ ഒരു തരത്തിലുമുള്ള അന്വേഷണം നടത്താതിരിക്കണമെങ്കിൽ ഒരുപക്ഷെ മനുവിന് ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മേൽ അത്രയ്ക്ക് പിടിപാടുണ്ടായിരുന്നിരിക്കുമോ എന്ന് SPക്ക് സംശയം തോന്നി. ഉടൻ തന്നെ SPയുടെ നിർദ്ദേശപ്രകാരം പുതിയൊരു അന്വേഷണ സംഘത്തെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേസന്വേഷണം ഇത്രയും ഇഴഞ്ഞു നീങ്ങാൻ മനു എന്ന വ്യക്തിക്ക് സ്റ്റേഷനിലുള്ള പിടിപാട് എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ തന്നെ SP തീരുമാനിച്ചു. മനുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ആ നിമിഷത്തിലാണ് പോലീസുകാർ പരിശോധിക്കാൻ തയ്യാറാവുന്നത്. മനുവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി കോൾ ഡേറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളുമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോലീസ് സംഘം കടന്നത്. കോൾ ഡേറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി മനുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്ത പോലീസ് സംഘം ഞെട്ടിപ്പോയി. അന്വേഷണത്തിന്റെ ഭാഗമായി പൂവാറിൽ മനു താമസിച്ചിരുന്ന വീട്ടിലെത്തി പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി. വീട്ടുടമസ്ഥന് മനു താമസിക്കാൻ വന്ന സമയത്ത് നൽകിയിരിക്കുന്ന ID പ്രൂഫിന്റെ കോപ്പി പോലീസ് സംഘം ഒന്ന് വാങ്ങി നോക്കി. ID പ്രൂഫിന്റെ കോപ്പിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ പോലീസുകാർ അമ്പരന്നു പോയി. ആ ഡോക്യുമെന്റിലെ ഒറിജിനൽ പേര് മാഹീൻ കണ്ണ് എന്നാണ്. മാഹീൻ കണ്ണ് എന്ന വ്യക്തി മനു എന്ന വ്യാജ പേരിലാണ് വിദ്യയുമായി അടുപ്പമുണ്ടാക്കിയിരിക്കുന്നതെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം മനുവിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കിട്ടാവുന്ന അത്രയും ഡീറ്റെയിൽസ് തപ്പിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. മനു എന്ന മാഹീൻ കണ്ണിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. വിദ്യയുമായി ഒരുമിച്ചുള്ള സമയത്തും വിദ്യയെ കാണാതായ സമയത്തുമൊക്കെ മാഹീൻ കണ്ണിന്റെ ടവർ ലൊക്കേഷനുകൾ എവിടെയൊക്കെ ആയിരുന്നു എന്നാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. ഇനി പോലീസിന് അറിയേണ്ടത് മനു എന്ന മാഹീൻ കണ്ണിന്റെ കോൾ ഡേറ്റ റെക്കോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ്. കോൾ ഡേറ്റ റെക്കോർഡുകൾ എടുത്ത പോലീസ് സംഘം അത് വിശദമായി പരിശോധിച്ച സമയത്തായിരുന്നു ഒരു നമ്പറിലേക്ക് മാഹീൻ റെഗുലറായി വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായത്. മാഹീനുമായി നിരന്തരം കോൺടാക്ട് ചെയ്യാറുള്ള ആ നമ്പർ പോലീസ് സംഘം വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കി. അതൊരു സ്ത്രീയുടെ നമ്പറാണെന്ന് പോലീസിന് വ്യക്തമായി. ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് പോലീസ് സംഘം ഉടൻ തന്നെ എടുത്തു. അത് റുഖിയ എന്ന പേരുള്ള ഒരു സ്ത്രീയാണ്. അവർ വിവാഹിതയാണ്. അവരുടെ ഭർത്താവിന്റെ പേര് മാഹീൻ കണ്ണെന്നാണ്. മാഹീൻ കണ്ണിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ പോലീസ് സംഘം റുഖിയോട് ചോദിച്ച് മനസ്സിലാക്കി. അവളുടെ ഭർത്താവ് കാലങ്ങളോളമായി ഗൾഫിലായിരുന്നു എന്നും ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്നും റുഖിയ പോലീസിനോട് പറഞ്ഞു. ഭർത്താവ് മാഹീൻ കണ്ണ് നാട്ടിലുള്ള സ്ഥിതിക്ക് ഉടൻ തന്നെ DYSPയുടെ ഓഫീസിലെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് DYSP ജോൺസൺ റുഖിയെ അറിയിച്ചു. തൊട്ടടുത്ത ദിവസം രാവിലെ 10 മണിയോടുകൂടി തന്നെ DYSPയുടെ ഓഫീസിലേക്ക് മാഹീൻ കണ്ണ് എത്തുകയും ചെയ്തു. ഓഫീസിലേക്ക് എത്തിയ മാഹീനെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഒരു വിദ്യയെ പരിചയമുണ്ടോ എന്നുള്ള DYSPയുടെ ചോദ്യത്തിന് വിദ്യയെ തനിക്ക് പരിചയമുണ്ടെന്നും തങ്ങൾ പരിചയക്കാരായിരുന്നു എന്നും 1.5 വർഷത്തോളം കാലം തന്റെ ഒപ്പം വിദ്യ ഉണ്ടായിരുന്നു എന്നും മാഹീൻ പോലീസിനോട് മറുപടിയും പറഞ്ഞു. വിദ്യ ഇപ്പോൾ എവിടെയുണ്ടെന്നായിരുന്നു പോലീസിന്റെ അടുത്ത ചോദ്യം. വിദ്യ പറഞ്ഞതനുസരിച്ച് ഒരിക്കൽ തമിഴ്നാട്ടിലേക്ക് തങ്ങൾ ഒരു ടൂർ പോയി എന്നും തമിഴ്നാട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെന്നും അവൾ അയാൾക്കൊപ്പം പോയി എന്നും എത്ര വിളിച്ചിട്ടും അവൾ പിന്നീട് മടങ്ങി വന്നില്ല എന്നും അതുകൊണ്ട് തന്നെ താൻ പിന്നീട് അവളെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചില്ല എന്നും മാഹീൻ പോലീസിനോട് മറുപടിയും പറഞ്ഞു. താൻ വിവാഹിതനായിരുന്ന സമയത്ത് തന്നെയാണ് വിദ്യ എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നതും ഒരുമിച്ച് താമസിച്ചിരുന്നതെന്നും മാഹീൻ പോലീസുകാരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിദ്യ മറ്റൊരാൾക്കൊപ്പം പോയപ്പോൾ നേരത്തെ തന്നെ വിവാഹിതനായിരുന്ന തനിക്ക് അതിൽ വലിയ തെറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുകൂടി മാഹീൻ പോലീസുകാരോട് പറഞ്ഞു. മറ്റൊരാൾക്കൊപ്പം പോയ ആളെ വീണ്ടും ചെന്ന് ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് തന്റെ പക്ഷമെന്നും മാഹീൻ കണ്ണ് പോലീസിനെ അറിയിച്ചു. മാഹീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫയലിൽ രേഖപ്പെടുത്തിയ പോലീസ് സംഘം എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ചു. എന്നാൽ സ്റ്റേഷനിൽ നിന്നും മാഹീൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ DYSPയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാരും മാഹീനൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കെത്തിയ പോലീസ് സംഘം മാഹീന്റെ വീടൊക്കെ വിശദമായി പരിശോധിച്ചു. മാഹിന്റെ വീട്ടിൽ ആ സമയത്ത് അയാളുടെ ഭാര്യ റുഖിയ ഉണ്ടായിരുന്നു. വിദ്യയെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ച് ഇതാദ്യമായാണ് പോലീസ് സംഘത്തിന്റെ ഭാഗത്ത് നിന്നും മനു എന്ന മാഹീൻ കണ്ണിന്റെ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്നത്. ആ വീടിനകത്തെ ഓരോ ഭാഗവും അരിച്ചു പറക്കുന്നതിനിടയിലാണ് ഇരുമ്പുകൊണ്ടുള്ള ഒരു പെട്ടി പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വെറുതെ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കിയ പോലീസ് സംഘത്തിന് ആ പെട്ടിക്കുള്ളിൽ നിന്നും പഴയൊരു പത്രക്കട്ടിങ്ങിന്റെ ഭാഗവും കിട്ടി. ആ പത്രക്കട്ടിങ്ങിന്റെ ഭാഗവുമായാണ് പോലീസ് സംഘം DYSPയുടെ ഓഫീസിലേക്ക് മടങ്ങിയെത്തിയത്. അതിലെ അവർക്ക് സംശയം തോന്നിക്കുന്ന ഒരു വാർത്ത അവർ DYSPയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. തമിഴ്നാട്ടിലെ കുളച്ചൽ എന്ന സ്ഥലത്ത് പുതുക്കടൈ എന്ന കടൽ തീരത്ത് ഒരു അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം അടിഞ്ഞു എന്നുള്ള വാർത്തയായിരുന്നു പത്രത്തിലുണ്ടായിരുന്നത്. ആ പത്രക്കട്ടിംഗ് എന്തുകൊണ്ടാകാം മാഹീൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി. ഒരു സ്ത്രീയുടെ ശവശരീരം ആ സമയത്ത് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കേസ് ഫയലുകൾ കുളച്ചലിലുള്ള സ്റ്റേഷൻ പരിധികളിൽ എവിടെയെങ്കിലും ഉണ്ടാകും.
അങ്ങനെ തോന്നിയ ഡിവൈഎസ്പി ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാരുമായി തമിഴ്നാട്ടിലെ കുളച്ചലിലെത്തി. പോലീസ് സംഘത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ആ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഫയൽ അവിടെയുള്ള സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അജ്ഞാത മൃതദേഹവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ അന്വേഷിച്ചെത്തിയിട്ടില്ല. ആ സ്ത്രീയുടെ മൃതദേഹം കടൽ തീരത്തടിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു ചെറിയ പെൺകുട്ടിയുടെ മൃതദേഹവും അതേ കടൽ തീരത്തടിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു കേസ് ഫയലാണ്. ആ രണ്ട് ഫയലുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫയലിലും പറഞ്ഞിട്ടുമില്ല. ആ രണ്ട് ഫയലുകൾക്കൊപ്പവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുമുണ്ട്. ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കടൽ തീരത്തടിഞ്ഞിരിക്കുകയാണെങ്കിലും അവർ കടലിൽ വീണല്ല മരിച്ചിട്ടുള്ളത്. അതിനു മുൻപേ തന്നെ അവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കഴുത്തിൽ ആരോ നന്നായി ബലപ്രയോഗത്തിലൂടെ ശ്വാസം മുട്ടിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ആരൊക്കെയോ ചേർന്ന് അവരെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ഡെഡ് ബോഡി കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു. ആ കുട്ടിയെ ജീവനോടെ തന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. കടലിലെ വെള്ളം കുടിച്ചാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിൽ നിന്നും ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം ആ കേസ് ഫയലുകളൊക്കെ തെളിവായി ശേഖരിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ അവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള മാഹിൻ കണ്ണിന്റെ വിവരങ്ങൾ കൂടി ആ കേസ് ഫയലുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തു നോക്കി. വിദ്യയെ കാണാതാകുന്ന സമയത്തൊക്കെ മാഹിൻ കണ്ണിന്റെ ടവർ ലൊക്കേഷനുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെയും കുട്ടിയുടെയും ഡെഡ് ബോഡികൾ ലഭിക്കുന്ന സമയത്തും അതിനു മുൻപുള്ള സമയത്തുമൊക്കെ മാഹിൻ കണ്ണിന്റെ സാന്നിധ്യം കുളച്ചൽ മേഖലയിലും പുതുക്കടൈ കടലിന്റെ തീരത്തുമൊക്കെ മൊബൈൽ ടവർ ലൊക്കേഷനുകളുടെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാഹിനും ആ സ്ത്രീയും കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ സ്ത്രീയും കുട്ടിയും ആരാണെന്നുള്ള കാര്യം ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് നാളുകൾ പിന്നിട്ടതുകൊണ്ട് തന്നെ അജ്ഞാത മൃതദേഹം സംസ്കരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അത് വിദ്യയും കുട്ടിയും തന്നെയാണോ എന്ന് തിരിച്ചറിയുന്ന കാര്യം തീർത്തും ദുസ്സഹമായ ഒന്നാണ്. അജ്ഞാത മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ എല്ല് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഫയലിനൊപ്പം സൂക്ഷിക്കാറുണ്ട്. ഒരുപക്ഷെ അല്ലാത്ത രീതിയിൽ അടക്കം ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ വീണ്ടും പുറത്തെടുത്ത് പരിശോധിക്കേണ്ടി വരും. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം അന്വേഷിച്ചു നോക്കിയപ്പോൾ അവരുടെ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അസ്ഥികൾ പോലീസ് സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞു. ആ എല്ലുകളുടെ DNA സാമ്പിളുകൾ എടുക്കുന്ന സാഹചര്യത്തിൽ ആരുടെയാണ് മൃതദേഹമെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിദ്യയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ DNA സാമ്പിളുകൾ ശേഖരിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച പോലീസ് സംഘം ഈ രണ്ട് കേസ് ഫയലുകളുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിട്ടുള്ള അസ്ഥികളുടെ DNA കൂടി എടുത്തു. DNA പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ അവയൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെന്നും മരണപ്പെട്ടിരിക്കുന്നത് വിദ്യയും മകളും തന്നെയാണെന്നും പോലീസിന് വ്യക്തമായി. വിദ്യയുടെയും മകളുടെയും മരണങ്ങൾ തമ്മിൽ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പകൽ 12 മണിക്കും രാത്രി 12 മണിക്കും ഇടയിലുള്ള സമയത്താണ് വിദ്യയും മകളും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരുടെ മരണം സംഭവിക്കുന്ന സമയത്ത് മാഹിൻ കണ്ണിന്റെ ടവർ ലൊക്കേഷൻ പുതുക്കടൈ കടലിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയ പോലീസ് സംഘം ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാഹിൻ കണ്ണ് എന്ന മനുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. മാഹിൻ വിദ്യയും മകളെയും കൂട്ടി പൂവാറിൽ നിന്നും കുളച്ചലിലേക്ക് പോയ കാര്യം നേരത്തെ തന്നെ മാഹിൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നായിരുന്നു ഡിവൈഎസ്പിയുടെ ചോദ്യം. അപ്രതീക്ഷിതമായി കുളച്ചലെന്ന് കേട്ടപ്പോൾ മാഹിൻ ഒന്ന് നടുങ്ങുകയും ചെയ്തു. തങ്ങൾ കുളച്ചലിലേക്കല്ല പോയതെന്നും വേളാങ്കണ്ണിയിലേക്കാണ് പോയതെന്നും മാഹിൻ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ മാഹിൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ ഡിവൈഎസ്പി മറ്റൊരു കാര്യമാണ് മാഹിനോട് പറഞ്ഞത്. ഇവിടെ നിന്നും മാഹിൻ ഭാര്യയും മകളുമായി കുളച്ചലിലേക്ക് തന്നെയാണ് പോയതെന്നും അന്ന് രാത്രി 12 മണിയോടുകൂടി അവരിരുവരും കൊല്ലപ്പെട്ടെന്നും ഭാര്യയെ മാഹിൻ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും മകളെ ജീവനോടെ മാഹിൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും ഡിവൈഎസ്പി മാഹിനോട് പറഞ്ഞു. അത് കേട്ട മാഹിൻ എന്ത് ചെയ്യണമെന്നറിയാതെ തലകുനിച്ചിരിപ്പായി. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മാഹിൻ പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മത്സ്യവ്യാപാരിയായിരുന്ന മാഹിൻ തീർത്തും അപ്രതീക്ഷിതമായി ആയിരുന്നു മീൻ വാങ്ങാൻ സ്ഥിരമായി ചന്തയിലേക്ക് എത്താറുണ്ടായിരുന്ന വിദ്യയെ പരിചയപ്പെടുന്നത്. വിദ്യയുമായി പരിചയപ്പെട്ടപ്പോൾ മാഹിൻ തന്റെ പേരൊന്ന് മാറ്റി മനുവെന്നാണ് വിദ്യയോട് പറഞ്ഞത്. താനൊരു മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയാൽ വിദ്യ തന്നോട് അടുപ്പം കാണിച്ചില്ലെങ്കിലോ എന്നോർത്താണ് താൻ പേര് മാറ്റി പറഞ്ഞതെന്നും മാഹിൻ പോലീസിനോട് പറഞ്ഞു. ടൗണിൽ ലാബ് അസിസ്റ്റന്റായി ജോലി നോക്കിയിരുന്ന വിദ്യ പലപ്പോഴും ചന്തയിലേക്ക് എത്തുന്നതും മാഹിനെ കാണുന്നതും പതിവായിരുന്നു. അങ്ങനെ വിദ്യയും മാഹിനും തമ്മിലുള്ള അടുപ്പം വിദ്യയുടെ പിതാവിന്റെ ചില സുഹൃത്തുക്കൾ കാണുകയും അവരതൊക്കെ വിദ്യയുടെ പിതാവ് ജയചന്ദ്രനെ അറിയിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ ജയചന്ദ്രൻ തന്റെ മകൾ വിദ്യയെ ഒരുപാട് ഗുണദോഷിക്കുകയും ഇനി മാഹിനുമായി യാതൊരു വിധത്തിലുമുള്ള ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്ന് താക്കീത് നൽകുകയും ചെയ്തു. എന്നാൽ വിദ്യ മാഹിനുമായുള്ള ബന്ധം മുൻപോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. മാഹിനുമായി മകൾ വീണ്ടും ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ വിദ്യയെ വീട്ടുതടങ്കലിലാക്കി. ഇതിനിടയിൽ വിദ്യയുടെ ഒരു സുഹൃത്ത് ഇടനിലക്കാരിയായി നിൽക്കുകയും വിദ്യയും മാഹിനും തമ്മിലുള്ള എഴുത്തുകൾ പരസ്പരം കൈമാറുകയും വിദ്യയ്ക്ക് മാഹിനോട് സംസാരിക്കുന്നതിനു വേണ്ടി ആ കൂട്ടുകാരി തന്റെ മൊബൈൽ ഫോൺ വിദ്യയ്ക്ക് നൽകുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം വളർന്നു വരികയും വീട്ടുകാരറിയാതെ തന്നെ ഒരു ദിവസം വിദ്യ മാഹിനൊപ്പം അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രായപൂർത്തിയായ മകളായതുകൊണ്ട് തന്നെ ജയചന്ദ്രന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ മകളെ പൂർണ്ണമായും ഒഴിവാക്കി. എന്നാൽ ജയചന്ദ്രന്റെ ഭാര്യ രാധയ്ക്ക് മകളെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. അവരിടയ്ക്കൊക്കെ മകളെ കാണാൻ അവൾ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്നത് പതിവായിരുന്നു.
അങ്ങനെയാണ് ഒരു ദിവസം വിദ്യ ഗർഭിണിയാണെന്നുള്ള വിവരം വിദ്യയുടെ അമ്മ രാധ അറിയുന്നത്. അവരാ വിവരം ഭർത്താവായ ജയചന്ദ്രനെ അറിയിക്കുകയും ചെയ്തു. മകൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് വിവരമറിഞ്ഞപ്പോൾ ജയചന്ദ്രനും മകളെ കാണണമെന്ന് തോന്നി. ഈ സമയത്തായിരുന്നു മാഹിൻ ഗൾഫിലേക്ക് കടക്കുന്നത്. മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ വന്നപ്പോൾ വിദ്യയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുട്ടിക്ക് 1.5 വയസ്സായപ്പോഴായിരുന്നു മാഹിൻ ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയത്. മാഹിൻ നാട്ടിലെത്തിയ വിവരമറിഞ്ഞ വിദ്യ അയാളെ ചെന്ന് കാണുകയും നിർബന്ധിച്ച് വിദ്യ തന്റെ വീട്ടിലേക്ക് അയാളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. കുറച്ചു ദിവസം മാഹിനും വിദ്യയും അവരുടെ വീട്ടിൽ കഴിഞ്ഞ ശേഷം തിരികെ മാഹിൻ വാടകയ്ക്കെടുത്തിരിക്കുന്ന വീട്ടിലേക്ക് വിദ്യയെ കുട്ടിയെയും കൂട്ടി മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് മാഹിൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഹിന്റെ ഫോണിലേക്ക് വന്ന ഒരു കോൾ അബദ്ധത്തിൽ വിദ്യ അറ്റൻഡ് ചെയ്യുന്നത്. മറുഭാഗത്തുണ്ടായിരുന്ന സ്ത്രീ മാഹിനിക്ക് എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുകയും ആ സ്ത്രീ മാഹിന്റെ ഭാര്യയാണെന്ന തരത്തിലുള്ള ചില വാചകങ്ങളൊക്കെ പറയുകയും ചെയ്തത്. അത് കേട്ട് തീർത്തും അമ്പരന്ന് പോയ വിദ്യ ആ സ്ത്രീയോട് തട്ടിക്കയറുകയും ചെയ്തു. എന്നാൽ നാടും നാട്ടുകാരും അറിഞ്ഞ് നിയമപരമായി തന്നെ വിവാഹം കഴിച്ച തന്റെ ഭർത്താവാണ് മാഹിൻ എന്നുള്ള കാര്യം മറുഭാഗത്തു നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്ന റുക്കിയ എന്ന സ്ത്രീ പറയുകയും ചെയ്തു. മനു എന്ന വ്യക്തി മാഹിൻ കണ്ണാണെന്നുള്ള കാര്യം അങ്ങനെയാണ് വിദ്യ മനസ്സിലാക്കിയത്. ആകെ തകർന്നു പോയ വിദ്യ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് ആ നിമിഷത്തിലാണ് മനസ്സിലാക്കിയത്. ഈ സമയത്തായിരുന്നു ബാത്റൂമിലായിരുന്ന മാഹിൻ കണ്ണ് പുറത്തേക്ക് ഇറങ്ങിയത്. മാഹിന്റെ നേരെ വിദ്യ കുതിച്ചു ചാടി ചെല്ലുകയും താങ്കൾ മനുവാണോ മാഹിൻ കണ്ണാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി മാഹിൻ കണ്ണെന്ന് കേട്ടപ്പോൾ തന്നെ മനു എന്ന മാഹിൻ കണ്ണ് ഒന്ന് നടുങ്ങി. മാഹിൻ കണ്ണെന്ന വ്യക്തി ആരാണെന്ന് തനിക്കറിയില്ല എന്ന് അയാൾ വിദ്യയോട് പറഞ്ഞു. റുക്കിയ എന്നൊരു സ്ത്രീയെ പരിചയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാഹിന് മറുപടിയില്ലായിരുന്നു. തന്റെ ഫോണിലേക്ക് റുക്കിയ വിളിച്ചിട്ടുണ്ടാകുമെന്നും വിദ്യ കോൾ അറ്റൻഡ് ചെയ്ത് എല്ലാം മനസ്സിലാക്കി കാണുമെന്നും മാഹിൻ ഉറപ്പിച്ചു. വിദ്യ മാഹിനോട് റുക്കിയെക്കുറിച്ച് സംസാരിച്ച് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. നിയമപരമായി എത്രയും വേഗം തന്നെ താലി കെട്ടിയില്ല എങ്കിൽ മാഹിനെ താൻ കൊടുക്കുമെന്ന് തന്നെ വിദ്യ പറയുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ ശേഷമാണ് മകളെ എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്നും വിദ്യ തന്റെ വീട്ടിലേക്ക് പോയത്. വിദ്യ ആ വീട്ടിൽ നിന്ന് പോയ നിമിഷത്തിൽ തന്നെ മാഹിൻ തന്റെ ഭാര്യയായിരുന്ന റുക്കിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. റുക്കിയയ്ക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. വിദ്യയുമായുള്ള മാഹിന്റെ ബന്ധവും അറിയാമായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും ഒരു പ്ലാൻ തയ്യാറാക്കപ്പെടുന്നത്. വിദ്യയെ പേടിച്ച് നാട് വിട്ടു പോകാതെ വിദ്യയെയും കുട്ടിയെയും ഒഴിവാക്കാനായിരുന്നു അവരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി മനു എന്ന മാഹിൻ വീണ്ടും വിദ്യയുടെ വീട്ടിലെത്തുകയും അവളുമായി സംസാരിച്ച് രമ്യതയിലെത്തുകയും അവളെ ഉടൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വിദ്യയുടെ വീട്ടിൽ നിന്നും അവർ മടങ്ങിപ്പോയി. തന്റെ ഭർത്താവ് മനുവിനെ താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് വിദ്യ വീട്ടുകാരെ അറിയിച്ചു. യഥാർത്ഥ കാരണം ആ വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ വിദ്യയെ ഒരിക്കലും മനുവിനൊപ്പം വിടുകയില്ലായിരുന്നു. മനുവിനൊപ്പം വാടക വീട്ടിലേക്ക് എത്തിയ വിദ്യയും മനുവും ചേർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ടൂർ പോവാണെന്ന് വീട്ടുകാരെ അറിയിച്ച ശേഷം കുളച്ചലിലേക്ക് പോയി. അവിടെ പുതുക്കട കടൽ തീരത്ത് ആളുകളൊന്നുമില്ലാത്ത അല്പം പൊക്കം കൂടിയ ഒരു തിട്ടയുടെ മുകളിലേക്ക് വിദ്യയും മാഹിനും കുട്ടിയുമൊത്ത് കയറി നിന്നു. ആ പ്രദേശത്തൊന്നും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ മാഹിൻ വിദ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ആയിരുന്നു കുട്ടിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ കാഴ്ച കണ്ട് ഭയന്നു പോയ വിദ്യ നിലവിളിച്ച് കരയാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു മാഹിന്റെ ബലിഷ്ഠമായ കൈകൾ വിദ്യയുടെ കഴുത്തിൽ പതിഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിദ്യ നിശ്ചലയായി. വിദ്യയുടെ മരണം ഉറപ്പാക്കിയ മാഹിൻ വിദ്യയുടെ ശരീരം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ മാഹിൻ തിരികെ മടങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം വിദ്യയ്ക്കും കുട്ടിക്കും എന്ത് സംഭവിച്ചു കാണുമെന്ന് മനസ്സിലാക്കുന്നതിനായി മാഹിൻ കുളച്ചലിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അങ്ങനെ അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു മാഹിന് ആ പത്രം കിട്ടിയത്. ഒരു അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം കടൽക്കരയിൽ അടിഞ്ഞിട്ടുണ്ട് എന്ന് മാഹിന് വ്യക്തമായി. അങ്ങനെ ആ പത്രവുമായി നാട്ടിലേക്ക് എത്തിയ മാഹിൻ തന്റെ പെട്ടിക്കുള്ളിൽ ആ പത്രം സൂക്ഷിച്ചു വെച്ചിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ പത്രം താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലും മാഹിൻ മറന്നുപോയിരുന്നു. ഇതിനിടയിൽ വീണ്ടും മാഹിൻ ഗൾഫിലേക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്തു. മാഹിൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാൻ തയ്യാറാക്കിയത് റുക്കിയയുടെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം റുക്കിയയെയും കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുക്കപ്പെട്ട 2 പേരെയും പോലീസ് സംഘം റിമാൻഡ് ചെയ്തു. വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം.